സർവേകം തത്വമസി. എല്ലാവർക്കും പ്രണാമം. ആത്മോപദേശത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. മഹാഭാരതത്തിൽ അവിടെ യുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ അർജുനൻ വലിയ ഒരു പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുമ്പോൾ അവിടെ ആത്മോപദേശം നൽകിയാണ് ആ പ്രതിസന്ധിയെ തരണം ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനോടനുബന്ധിച്ചാണല്ലോ ഗീത എന്ന മഹാഗ്രന്ഥം രൂപപ്പെട്ടത്. അവിടെ എന്താ സംഭവിച്ചത്? ഒരു വലിയൊരു യുദ്ധ സന്നാഹനത്തിൻ്റെ മുന്നിൽ അർജുനൻ വന്നു നിന്നപ്പോൾ ആകപ്പാടെ തകർന്നുപോയി. കാരണം തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ശത്രു സൈന്യത്തിൽ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരായിരുന്നു. ഈ വക ചിന്തകൾ കടന്നു വന്നപ്പോൾ യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് പിന്തിരിയാനാണ് ശ്രമിച്ചത്. ഈ സമയത്താണ് ഭഗവാൻ ഉപദേശം നൽകി ആത്മവീര്യം പകർന്നു കൊടുത്ത് യുദ്ധത്തിൽ ജയിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നാം ഓരോ മനുഷ്യരും അർജുനനെ പോലെ സ്വന്തം ജീവിതത്തിൽ പതറിപ്പോകുന്ന പല സാഹചര്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ യുദ്ധം നമ്മുടെ ജീവിതമായിട്ടാണ്. ഇവിടെ ജീവിക്കുക എന്നുള്ളതാണല്ലോ അതിപ്രധാനം. ആ ഒരു പോരാട്ടത്തിൽ പല ജീവന്മാരും യുദ്ധം അവസാനിപ്പിച്ച്, അതായത് ജീവിതം അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്തു പോകുന്നവരുണ്ട്. ചിലവർ മൗനമായി ജീവിതത്തിൽ നിന്ന് അന്തർമുഖമായി പിന്തിരിയുന്നവരുണ്ട്. ചിലവർ വെറുതെ നിരായുധരായിട്ട് നിൽക്കുന്നവരുണ്ട്. ചിലവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ പലവിധ മേഖലകളിൽ ഈ ജീവിതവുമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഓരോ ജീവനും ആത്മോപദേശത്തിൻ്റെ ആവശ്യം വരുന്നത്. ആത്മോപദേശം എന്ന് പറയുന്നത് നമ്മിലും സർവചരാചരങ്ങളിലും ഈ പ്രപഞ്ചം മുഴുവനും ചൈതന്യമേകിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ഘടനയുണ്ടോ ആ ഘടനയെയാണ് ഇവിടെ നമ്മൾ ആത്മാവ് എന്ന് അല്ലെങ്കിൽ പരമാത്മാവ് എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ സാധാരണക്കാർക്ക് ഈ വക ആത്മബോധം കിട്ടാൻ പ്രയാസമാണ്. അവരെന്താ ചെയ്യുന്നത്? താഴെ തലത്തിലുള്ള പല മേഖലകളിൽ ആധ്യാത്മികമെന്ന് കരുതിക്കൊണ്ട് പല അതിൻ്റെ ഉപാധികളിലൂടെയൊക്കെ നടത്തി വരുന്ന കാര്യങ്ങളിലൊക്കെ പോയി പരിഹാരം നേടാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ പരിഹാരം നേടേണ്ടത് നാം തന്നെയാണ്. പരിഹരിക്കേണ്ട വിഷയത്തിൻ്റെ ഉടമയും നാം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ജീവിതവുമായി മല്ലടിച്ചു വരുമ്പോൾ പല ജീവന്മാർക്കും ശാരീരികവും മാനസികവുമായിട്ട് രോഗപീഠാദികൾ കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായ തകർച്ചകൾ കൊണ്ടോ ഒക്കെ പതറിപ്പോയി നിൽക്കുന്നത് കാണാം തൻ്റെ മുന്നിലുള്ള ജീവിത വഴിയിൽ. അവിടെ നിന്ന് മുന്നോട്ട് പോകാതെ പതറി നിൽക്കുന്ന ജീവനെ യഥാർത്ഥത്തിൽ ആത്മോപദേശമാണ് കിട്ടേണ്ടത്. എല്ലാവിധ കഴിവുകളുണ്ടായാലും, ആരോഗ്യപരമായും സമ്പത്തുപരമായും കഴിവുകളുണ്ടെങ്കിലും മാനസികമായി തകർന്നു നിൽക്കുന്ന ജീവന്മാരും ഉണ്ടാവും. അങ്ങനെ ജീവിതവുമായി മല്ലടിച്ചു വന്ന് തളർന്നു പോയ പല ജീവന്മാർക്ക് ശരീരം രോഗപീഠാദികൾ കൊണ്ട് വലയുന്നവരുണ്ടാവും. ഈ കാര്യകാരണങ്ങളെയൊക്കെ തിരിച്ചറിയുന്ന ഒരു രീതിയാണ് ആത്മോപദേശം കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ആ ആത്മ ഉപദേശം ഓരോ ജീവനും അത്യന്താപേക്ഷിതമാണ് താനും. അതായത് തൻ്റെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന തകർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പരാജയത്തിനും അതുപോലെ രോഗപീഠാദികൾക്കെല്ലാം കാരണം താൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയും കൂടിയാണ് അവനവനിലുള്ള ആത്മബോധത്തെ ഉണർത്തുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും
ആത്മബോധത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. താൻ ആത്മാവാണെന്ന് ഉള്ള ഒരു ബോധം തെളിഞ്ഞു വന്നാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ആത്മബലം കിട്ടും. ഈ ആത്മബലം ആത്മോപദേശത്തിൽ നിന്നാണ് കിട്ടുക. മറ്റു യാതൊരു ഉപാധികളിൽ നിന്നും തന്നെ കുറിച്ചുള്ള താൻ ആരാണെന്നുള്ള, താൻ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണെന്നും മരണമില്ലാത്ത അവസ്ഥയിൽ കഴിയേണ്ട ഒരു വസ്തുവിൻ്റെ ഉടമയാണെന്നും മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മനോവീര്യധൈര്യം ഒരു പ്രത്യേകതയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ തൻ്റെ ജീവിത അനുഭവങ്ങളിൽ വന്നു പോകുന്ന പാഴപ്പിഴവുകൾ നികത്താൻ കഴിയാതെ അതിൽ തന്നെ മുഴുകി ആ പരാജയങ്ങളുടെ വഴിയിൽ തന്നെ നോക്കി നിൽക്കുന്ന പല ജീവാത്മാക്കൾക്കും ഈ ആത്മോപദേശം, നേരായിട്ടുള്ള താൻ പരമാത്മാവ് ആണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് കിട്ടുന്നതോടുകൂടി പകച്ചു നിൽക്കുന്ന തൻ്റെ ജീവിത വഴിയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള മാർഗനിർദ്ദേശം തെളിഞ്ഞു വരും തൻ്റെ ബോധതലത്തിൽ. അപ്പോൾ ആത്മോപദേശം ഓരോ മനുഷ്യനും ആവശ്യമാണ്. അതായത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിത മാർഗത്തിലെ വെളിച്ചത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ വേണ്ടി ഈ ആത്മോപദേശം നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഏത് സമയത്തും ആത്മോപദേശം സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ആത്മോപദേശം നൽകുവാൻ ആത്മാവിന് വ്യക്തമായി അറിഞ്ഞ് അവബോധമുള്ള ഒരാൾക്കാണ് മറ്റൊരാൾക്ക് ആത്മോപദേശം കൊടുക്കാൻ കഴിയുക. കാരണം അവിടെ യാതൊരു വിധ മറ്റു പ്രക്രിയകളും ഉപാധികളുമാണ് വരുന്നില്ല. മറ്റു എല്ലാ പ്രക്രിയകളിലും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മഹാപ്രേരണ ശക്തിയുണ്ടോ അതിൽ അടങ്ങിയിരിക്കുന്ന ആത്മചൈതന്യമാണെന്നുള്ള ഉത്ബോധം കിട്ടുമ്പോൾ, ആ തിരിച്ചറിവ് വരുമ്പോൾ അറിയുന്ന വ്യക്തിക്ക് അതിര് കടന്ന ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ ആത്മാവിനെ നിർവചിക്കാൻ നല്ല രീതിയിൽ കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്ന വ്യക്തികളുടെ മനോവീര്യവും ഒക്കെ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ആ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ. അതിന് ആത്മസാന്നിധ്യം അറിഞ്ഞ ഒരാളായിരിക്കണം. കാരണം അവിടെ ഉപാധികൾക്കെല്ലാം അതീതമാണ്. സർവ ഉപാധികളുടെയും മൂലസ്ഥാനമായിരിക്കുന്ന ഏതൊരു മഹാ ചൈതന്യമുണ്ടോ അതാണ് ആത്മാവ്. ആ ആത്മാവിനെക്കുറിച്ച് തെളിഞ്ഞ ഒരു അവബോധം കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളുടെ പ്രയാസങ്ങളെ, അതായത് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മാനസിക ശാരീരിക അസ്വസ്ഥതകളെല്ലാം നീക്കി കൊടുത്തുകൊണ്ട് അയാളുടെ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പകരാൻ കഴിയുള്ളൂ. അവിടെ യാതൊരുവിധ ഉപാധികളും വേണ്ട എന്നുള്ളതാണ് ആത്മോപദേശം കൊണ്ട് മനസ്സിലാക്കുന്നത്. ആത്മോപദേശം ശരിക്കും സർവകർമ്മത്തിൻ്റെയും അടിസ്ഥാന തത്വമാണ്. വിജയമായാലും പരാജയമായാലും എല്ലാത്തിലും വിളങ്ങി നിൽക്കുന്നത് ആത്മചൈതന്യത്തിൻ്റെ പ്രഭാവം തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ നല്ല രീതിയിൽ നിലനിന്ന് പോകുവാൻ കഴിയും. അതായത് അയാളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്വമേധയാ അയാൾക്ക് തന്നെ പരിഹാരം കണ്ടെത്തി സാക്ഷാൽ പരമാത്മാവിൽ അധിഷ്ഠിതമായുള്ളൊരു ജീവിതം ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് ആത്മോപദേശം കൊണ്ടുള്ള കാര്യം. ഈ സമ്പ്രദായം തന്നെയാണ് ഭഗവാൻ മഹാഭാരത യുദ്ധത്തിൽ അർജുനന് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങൾ. അതിൽ അടങ്ങാത്തുള്ള ഒരു ശാസ്ത്രവുമില്ല. സർവ്വശാസ്ത്രത്തിൻ്റെയും മൂലാധാരമാണ് ആത്മാവ്, ആത്മഭാവം എന്നർത്ഥം. എല്ലാത്തിൻ്റെയും പിന്നിൽ വിളങ്ങുന്നത് ആത്മാവാണ്. ആ ആത്മാവ് എന്ന ഒന്ന് ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഈ പ്രപഞ്ചവുമില്ല, ഈ ബോധസ്വരൂപവുമില്ല, ഒന്നുമില്ല എന്നുള്ള ഒരു തെളിഞ്ഞ അറിവാണ്, ഒരു അവബോധമാണ് ഒരു ആത്മജ്ഞാനി
മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. അത് പകർന്നു കൊടുക്കുവാൻ അതേ രീതിയിലുള്ള അനുഭവസ്ഥനായ ആത്മാവിനെ അറിഞ്ഞ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ വ്യക്തമായിട്ട് യാതൊരുവിധ ഉപാധികളും ഭാരങ്ങൾ ചുമടുകളൊന്നുമില്ലാതെ ആത്മോപദേശം നൽകി ആ വ്യക്തിയിലുള്ള അജ്ഞത നീക്കി ഇരുട്ട് നീക്കി അയാളെ ജീവിതഗതിയിൽ ഐശ്വര്യപൂർണമാക്കി ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അവിടെ ഇപ്പം മറ്റു യാതൊരുവിധ കർമ്മപദ്ധതികളും അവിടെ ഇല്ല. മനസ്സിലാക്കുക എന്നുള്ളതാണ്. താൻ ആത്മാവാണ് എന്നുള്ള ബോധം ഓരോ വ്യക്തികളും മനസ്സിലാക്കിയാൽ മറ്റൊരു ഉപാധിയൊന്നുമില്ലാതെ ആത്മബോധവും ധൈര്യത്തോടും കൂടി ഏത് കർമ്മവും ചെയ്ത് വിജയിച്ച് മുന്നേറാൻ കഴിയും. ഈ ആത്മബോധത്തിൻ്റെ അഭാവത്തിലാണ് ഇന്ന് ഓരോ ജീവാത്മാവും പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ആത്മോപദേശത്തിൻ്റെ ആവശ്യം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ജീവിതത്തിൽ ഏത് മേഖലയിൽ സഞ്ചരിക്കുന്നവർക്കും ആത്മോപദേശം കൊണ്ട് ആ മേഖലയിൽ വിജയം കൈവരിക്കാൻ കഴിയും. മറ്റു ഏത് വിദ്യയിൽ നിന്നും അതിപ്രധാനമായ വിദ്യയാണ് ആത്മവിദ്യ. അതിൽ പ്രധാനമാണ് ഉപദേശം, ആത്മജ്ഞാനം. ഈ ആത്മജ്ഞാനം ഏത് അറിവില്ലാത്തവനും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, അയാൾ ആ അറിവില്ലാത്ത അവസ്ഥയിൽ നിന്നും പൂർണ്ണ അറിവോടുകൂടിയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുന്നത് കാണാം. പലവരും യാതൊരുവിധ അറിവുകളും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ ഈ ആത്മോപദേശം കൊണ്ട് അവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാനസികവും ശാരീരികവുമായി രോഗപീഠാദികൾ കൊണ്ട് വലയുന്നവരായാലും അവർക്കെല്ലാവർക്കും ആത്മോപദേശം കൊണ്ട് പരിഹാരം കണ്ടെത്താൻ കഴിയും. കാരണം അവരെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലാത്ത ജീവിതം കൊണ്ട് വന്നു ചേർന്നതാണെന്നുള്ളത്, അതിന് സ്ഥായിത്വമില്ല എന്ന് ആത്മ അറിവിനാൽ തിരിച്ചറിയാൻ കഴിയും. ഈ അറിവ് കൊണ്ട് തന്നെ ശുദ്ധമാക്കി താൻ സാക്ഷാൽ പരമാത്മാവിൻ്റെ അംശമാണെന്നും ഈ ഭൂതലത്തിലെ ലൗകിക ജീവിതം ഭൗതിക ജീവിതമൊക്കെ സുഖപ്രദമാക്കാനുള്ള ശക്തി തന്നിലുണ്ട്, ഈ ശരീരമാകുന്ന ഭൗതികമാകുന്ന ശരീരത്തിലുണ്ട് എന്നുള്ള സ്വബോധം തെളിഞ്ഞു വരികയും ചെയ്യും. ഈ സ്വബോധം തെളിയിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ആത്മജ്ഞാനിയുടെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ കാര്യവും. അപ്പോൾ ആത്മോപദേശം എല്ലാവർക്കും ചേർന്നതാണ്. അതിൽ മായയില്ലാതെ, അതായത് അതിൽ മായം ചേർത്താതെ നിസ്തൂലമായ പരിപാവനമായ പരിശുദ്ധമായ ആത്മബോധമായിരിക്കണം പകർന്നു കൊടുക്കേണ്ടത്. അതിന് ആ രീതിയിലുള്ള അവസ്ഥ പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാൾക്ക് പരിപാവനമായ ശുദ്ധിയോടുകൂടി ആത്മോപദേശം പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല അത് ബോധ്യപ്പെടുത്തുകയൂടി വേണം. അതായത് താൻ ആത്മാവാണെന്നും ആ ആത്മാവിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുക്കുകയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും കൂടി വേണം ഈ ആത്മോപദേശം നൽകുന്ന വ്യക്തി. അല്ലാതെ ഒരു വ്യക്തിക്ക് പൂർണ്ണമായും മറ്റൊരു ആത്മാവിനെ അതിലെ എല്ലാവിധ ബന്ധങ്ങളും പ്രതിസന്ധികളെല്ലാം നീക്കിക്കൊണ്ട് ശുദ്ധമാക്കി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം വിഭാവനം ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആത്മോപദേശം എല്ലാവർക്കും കഴിയുന്നതല്ല. സ്പഷ്ടമായിട്ടുള്ള ആത്മബോധം വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മോപദേശം കൊടുക്കാൻ കഴിയുള്ളൂ. ഈ ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഓം ശാന്തി ശാന്തി ശാന്തി.